തൃശൂർ ജില്ലയിലെ മുണ്ടത്തിക്കോട് പ്രദേശം ദുഃഖനിഴലിൽ വീഴുകയാണ്. തൃശൂർ പൂരത്തിനു വേണ്ടിയുള്ള വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും കരുതിക്കാണില്ല ഇങ്ങനൊരു അപകടം. വൈകുന്നേരം ഏകദേശം 3:30ഓടെയാണ് ആദ്യ സ്ഫോടനമുണ്ടായത്. അതിന് പിന്നാലെ പല പൊട്ടിത്തെറികളും തുടർന്നു. പ്രദേശം മുഴുവനും തീയും പുകയും കൊണ്ട് മൂടപ്പെട്ടു. ആദ്യമായി ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഏകദേശം 40ഓളം തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. ഇവരിൽ പലർക്കും ഗുരുതരമായി പരിക്കേറ്റു, ചിലർക്ക് പൊള്ളലേറ്റു. സംഭവത്തിനു ശേഷം വൈകിട്ട് 4:45 വരെ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചു. പിന്നീട് മരണസംഖ്യ കൂടി 13ആയി. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. പരിക്കേറ്റവരെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അവരിൽ ചിലരുടെ നില വളരെ ഗുരുതരമാണെന്ന് ഡോക്ടർ അറിയിച്ചു. ഏകദേശം 8 പേരുടെ അവസ്ഥ അതീവ ഗുരുതരമായിരുന്നു. ചിലർക്ക് 70%-ലേറെ പൊള്ളലേറ്റിട്ടുണ്ട്. ഒരാൾ വെന്റിലേറ്ററിലാണ്. ഈ വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രം തിരുവമ്പാടി ദേവസ്വം ബോർഡിന് വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. മുണ്ടത്തിക്കോട് സതീഷ് എന്ന ലൈസൻസ് ചെയ്തയായിരുന്നു ഈ വെടിക്കെട്ട് പുര. അപകടത്തിൽ സതീശനും ഗുരുതരമായി പരിക്കേറ്റതായി വിവരം ലഭിച്ചു. അപകടം നടന്ന സ്ഥലത്ത് എത്താൻ ഫയർഫോഴ്സിന് ആദ്യം ബുദ്ധിമുട്ട് നേരിട്ടു. കാരണം ആ വഴി വളരെ ചെറുതായിരുന്നു. തുടർന്ന് സമീപത്തെ ഒരു മതിൽ പൊളിച്ചാണ് ഫയർഫോഴ്സ് സംഘം അകത്തേക്ക് കടന്നത്. തീ അണയ്ക്കാൻ വലിയ പരിശ്രമമാണ് നടന്നത്. ഇപ്പോഴും ചില പടക്ക സാമഗ്രികൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പ്രദേശത്ത് ഇപ്പോഴും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഉണ്ടെന്നാണ് സംശയം. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വളരെ ജാഗ്രതയോടെ നടത്തേണ്ടി വന്നു. പിന്നീട് തീ അണയ്ക്കാൻ റോബോട്ടിക് സംവിധാനം ഉപയോഗിക്കാനാണ് തീരുമാനിച്ചത്. എറണാകുളത്ത് നിന്ന് പ്രത്യേക ഉപകരണങ്ങൾ എത്തിക്കാനുള്ള നടപടി ആരംഭിച്ചു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആവശ്യമായ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. കനിവ് 108 ആംബുലൻസുകൾ ഉൾപ്പെടെ കൂടുതൽ ആംബുലൻസുകൾ സ്ഥലത്തെത്തിക്കാൻ നിർദ്ദേശം നൽകി. തൃശൂർ മെഡിക്കൽ കോളേജിനും മറ്റ് സ്വകാര്യ ആശുപത്രികൾക്കും സജ്ജീകരണം ഒരുക്കാനെന്ന് അറിയിപ്പും നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ ഇടപെട്ടു. രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കാനും എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. ചീഫ് സെക്രട്ടറിയുമായി സംസാരിച്ച് അടിയന്തര നടപടികൾ ഉറപ്പാക്കി. ഈ ദുരന്തത്തിന് പിന്നാലെ കേരള സർക്കാർ അടിയന്തര ധനസഹായം 50 ലക്ഷം രൂപ അനുവദിച്ചു. ഈ തുക രക്ഷാപ്രവർത്തനങ്ങൾക്കായി തൃശൂർ ജില്ലാ കളക്ടർക്ക് നൽകി. ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാനും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനുമാണ് ഈ തുക ഉപയോഗിക്കുന്നത്. സംഭവത്തിൽ പരിക്കേറ്റവരിൽ പലരും മുണ്ടത്തിക്കോട് കുണ്ടന്നൂർ പ്രദേശങ്ങളിലെ സ്വദേശികളാണെന്നാണ് വിവരം. മരിച്ചവരുടെ മൃതദേഹങ്ങൾ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ചിലരുടെ ശരീരഭാഗങ്ങൾ വീർപ്പെട്ട നിലയിലായതിനാൽ അവ തിരിച്ചറിയുന്നത് വലിയ വെല്ലുവിളിയായി. ഫോറൻസിക് വിഭാഗം ഇതിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കി. അതേസമയം ഈ അപകടത്തെക്കുറിച്ച് മജിസ്ട്രേറ്റ് തല അന്വേഷണം ആരംഭിച്ചു. തൃശൂർ RDO അന്വേഷണത്തിന് ചുമതലയെടുത്തു. അപകടം എന്തുകൊണ്ടാണ് ഉണ്ടായത്, സുരക്ഷാ വീഴ്ചകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. ഈ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാൾ തന്റെ അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തു. ഒരു ഭാഗത്ത് തീ പടരുന്നത് കണ്ടു. ഉടൻ തന്നെ ഓടാൻ തുടങ്ങി. പിന്നെ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. 2-3 സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം സംഭവിച്ചു. ഞാൻ വീണ് എഴുന്നേറ്റോടി. വേൽക്കമ്പി എടുത്ത് ചാടി പുറത്തേക്കെത്തി. അതായിരുന്നു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആൾ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ ദുരന്തത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നു. അവിടെ ഉണ്ടായവർക്ക് രക്ഷപ്പെടാൻ സമയം തന്നെ ലഭിച്ചില്ല. ചിലർക്ക് 2-3 സെക്കൻഡുകൾ മാത്രമാണ് കിട്ടിയത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിലെ ഈ സ്ഫോടനം വലിയ മാനുഷിക നഷ്ടം വേദനയും ഉണ്ടാക്കിയ ഒരു ദുരന്തമായി മാറി. ഇപ്പോഴും പ്രദേശത്ത് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി തുടരുകയാണ്. തീ പൂർണ്ണമായും അണച്ചതിനു ശേഷം മാത്രമേ കൂടുതൽ പരിശോധനകൾ നടത്താനാകൂ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.